BJP ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ, എന്തായാലും ഹൈക്കോടതി തന്ത്രി കുടുംബത്തിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? നിയമോപദേശം തേടുകയാണോ? തീർച്ചയായിട്ടും ഇന്ന് ആ വാർത്ത കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ അറിഞ്ഞത്. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. വളരെ വിഷമമുണ്ടാക്കുന്ന, സ്വാഭാവികമായിട്ടും ഇവിടെ ഗുരുവായൂരിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തരത്തിലൊരു വിഷമം പരസ്പരം ഒരു പങ്കുവെക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ബാക്കി നടപടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. ശരി, ഭക്തർക്കൊപ്പം എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ BJP കൈക്കൊണ്ടിരുന്നു ഈ ഒരു വിഷയത്തിൽ. BJP ഭക്തരുടെ ഒപ്പമാണ്. അതിന് ഏതറ്റം വരെ പോകാനും പാർട്ടി തയ്യാറുമാണ്. കാരണം ഇവിടെ ഭക്തജനങ്ങൾ മുഴുവൻ സംഘടിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല നമ്മൾ ഗുരുവായൂരിൽ കാണാനിടയായിട്ടുണ്ട്. പലതരത്തിലുള്ള ഭക്തരുടെ പ്ലാറ്റ്ഫോം പോലെ അവർ ഒരുമിച്ചിരിക്കുകയും അതിൽ രാഷ്ട്രീയത്തിനൊന്നും ഒരു പ്രസക്തിയില്ലാതെ ഗുരുവായൂരിലെ ഭക്തന്മാരായ എല്ലാ ആളുകളും, അതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ഉണ്ട്, അങ്ങനെ പരസ്യമായിട്ട് തന്നെ രംഗത്തിറങ്ങുന്ന രീതിയിലേക്ക് വന്ന് വളരെ എന്താ പറയാ ഒത്തൊരുമയോട് കൂടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് BJP സംബന്ധിച്ച് 100% ഭക്തരോടൊപ്പം ഞങ്ങൾ നിലകൊള്ളും. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽ പ്രതികരിച്ചതിന്.